ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 19th to 20th സെഞ്ചുറി കാലഘട്ടങ്ങളിലെ വളരെയധികം പ്രശസ്തനായ എസ്സേയിസ്റ്റായ AJ ഗാർഡിനർ എഴുതിയ ഓൺ ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന് പറയുന്ന എസ്സേയാണ്. കൈ കൊടുക്കൽ അഥവാ ഹസ്തദാനം. ഈ കൈ കൊടുക്കൽ ഈ ഒരു അഭിസംബോധന രീതിയെ അടിസ്ഥാനമാക്കി അദ്ദേഹം എഴുതിയ എസ്സേയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും പണ്ട് കാലം മുതലേ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന ഒരു വിശിഷ്ട ആചാരമാണ് കൈകൊടുക്കൽ അഥവാ ഹസ്തദാനം എന്ന് പറയുന്നത്. ബ്രിട്ടനിലാകട്ടെ സർവ്വസാധാരണയായി കാണപ്പെടുന്ന ഒന്നാണ് ഹസ്തദാനം എന്ന് പറയുന്നത്. സന്തോഷം പ്രകടിപ്പിക്കാനും ഒരു വ്യക്തിയുടെ പ്രസൻസ് അംഗീകരിച്ചു കൊടുക്കാനും മറ്റൊരാൾക്ക് വിട നൽകാൻ അഥവാ ഫെയർവെൽ വിട നൽകാനും അങ്ങനെ മറ്റു പല പല ഉദ്ദേശങ്ങളോടെ ഷെയ്ക്ക് ഹാൻഡ് ഇന്ന് സമൂഹത്തിൽ നിലവിലുണ്ട്. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ്. പണ്ടുകാലങ്ങളിൽ ബ്രിട്ടനിൽ അഥവാ ബ്രിട്ടീഷ് പാർലമെൻറ്റുകളിൽ ഹസ്തദാനം എന്ന് പറയുന്നത് ഒരു പൊതു നിയമമാക്കണമെന്ന് വാദിച്ച ഒരുപാട് വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. അത്രത്തോളം ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തിയ ഒന്നായിരുന്നു ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ളവരെ വിലയിരുത്താനും ഷെയ്ക്ക് ഹാൻഡിലൂടെ നമുക്ക് കഴിയുന്നതാണ്. ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡിൻ്റെ ഒട്ടനവധി ഉപകാരങ്ങൾ AJ ഗാർഡിനർ തൻ്റെ എസ്സേയിലൂടെ വിവരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് AJ ഗാർഡിനർ തൻ്റെ എസ്സേയിലൂടെ പ്രതിപാദിക്കുന്നത് ഷെയ്ക്ക് ഹാൻഡിൻ്റെ അഥവാ അഭിസംബോധനയുടെ വിവിധ രൂപങ്ങളെ പറ്റിയാണ്. ഓരോ നാട്ടിലും ഓരോ ആചാരമനുസരിച്ച് വിവിധ തരത്തിലുള്ള രൂപങ്ങളാണ് ഷെയ്ക്ക് ഹാൻഡിനുള്ളത്. പ്രധാനമായിട്ടും ജപ്പാനീസുകാരെ സംബന്ധിച്ചിടത്തോളം ബൗ എന്ന് പറയലാണ് അവരുടെ ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയുന്നത്, ജസ്റ്റ് ബൗ എന്ന് പറയൽ. എന്നാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളമോ സലാമാണ് ഇന്ത്യക്കാരുടെ അഭിസംബോധന രീതി. ചൈനക്കാരെ സംബന്ധിച്ചിടത്തോളമോ ചൈനക്കാർ പരസ്പരം അവരുടെ കൈകൊണ്ട് ആംഗ്യം കാണിക്കലാണ് അവരുടെ അഭിസംബോധന രീതി എന്ന് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ അറബികളോ ടച്ചിങ് ദെയർ ചെസ്റ്റ്, അവരുടെ ചെസ്റ്റ് ടച്ച് ചെയ്യലാണ്, അവരുടെ ചെസ്റ്റ് തൊടലാണ്, പരസ്പരം ചെസ്റ്റ് തൊടലാണ് അവരുടെ അഭിസംബോധന രീതിയായി കണക്കാക്കപ്പെടുന്നത്. എന്നാൽ റഷ്യയിൽ പരസ്പര ചുംബന രീതിയാണ്, കിസ്സിങ് രീതിയാണ് പരസ്പരം. ഇത് അവരുടെ ഒരു അഭിസംബോധന രീതിയായിട്ട് കണക്കാക്കപ്പെടുന്നു. എന്നാൽ മറ്റു പല പല നാടുകളിലും ഈ ഒരു ചുംബന രീതിയെ അംഗീകരിക്കുന്നില്ല, അവർ ഇതിനെ എതിർക്കുന്നവരാണ്. അതിനുദാഹരണമായിട്ട് AJ ഗാർഡിനർ പറയുന്നു, റഷ്യയിലെ പ്രിൻസ് ക്രോപ്റ്റിൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ 70ാമത്തെ പിറന്നാളിന് അദ്ദേഹത്തിന് അവിടെയുള്ള ജനങ്ങൾ കൊടുത്ത സമ്മാനം എന്ന് പറയുന്നത് അവിടെയുള്ള കൊട്ടാരത്തിലുള്ള ആളുകൾ അദ്ദേഹത്തെ ചുംബിച്ചിട്ടാണ് അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അതിന് മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം ഒരു വലിയ ചുംബനം അവർക്ക് സമ്മാനിച്ചു എന്ന് അദ്ദേഹം തൻ്റെ എസ്സേയിലൂടെ AJ ഗാർഡിനർ തൻ്റെ എസ്സേയിലൂടെ പ്രതിപാദിക്കുന്നു. ഒരാളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ, പരിധികളില്ലാതെ മറ്റൊരുത്തനുമായി ബന്ധം സ്ഥാപിക്കാൻ, ഇങ്ങനെ ഒട്ടനവധി ഉപകാരങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊണ്ടുണ്ട്. പിന്നെ പറയുന്നത് വിവിധ തരത്തിലുള്ള ഷെയ്ക്ക് ഹാൻഡുകൾ നിലവിലുണ്ട്. വാം, സ്റ്റിക്കി, ലിംബ്, വീക്ക്, സ്കിന്നി ആൻഡ് എനർജറ്റിക്, ഇങ്ങനെ ഒട്ടനവധി തരത്തിലുള്ള ഷെയ്ക്ക് ഹാൻഡിനെ കുറിച്ച് AJ ഗാർഡിനർ പ്രതിപാദിക്കുന്നു. ഹസ്തദാനം എന്ന് പറയുന്നത് ഒരാളുടെ ഭാഗത്തു നിന്ന് മാത്രം ഉണ്ടാവേണ്ട ഒന്നല്ല, അത് മ്യൂച്വൽ ആയിരിക്കണം. അതായത് രണ്ടാളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട, സ്വന്തം താല്പര്യപ്രകാരം ഉണ്ടാകേണ്ട ഒന്നാണ് ഹസ്തദാനം എന്ന് പറയുന്നത്. അതും ബലം പ്രയോഗിച്ചുകൊണ്ടോ മറ്റൊന്നും ആകരുത്. സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം താല്പര്യാർത്ഥം രണ്ടുപേരും പരസ്പരം കൈ കൊടുക്കലാണ് ഹസ്തദാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരാളുടെ ഷെയ്ക്ക് ഹാൻഡിൻ്റെ രൂപം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അയാളുടെ വ്യക്തിത്വത്തെയും അയാളുടെ സ്വഭാവ സവിശേഷതകളെയും നമുക്ക് അയാളുടെ ഷെയ്ക്ക് ഹാൻഡിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നതാണ്. ഒരുത്തനിൽ നിന്നും ഒരു റെസ്പോൺസീവായ ഷെയ്ക്ക് ഹാൻഡാണ് ഉണ്ടാകുന്നതെങ്കിൽ അയാൾ എനർജറ്റിക് മാനാണെന്നും, അൺറെസ്പോൺസീവായ ഒരു ഷെയ്ക്ക് ഹാൻഡാണെങ്കിൽ അയാൾ ഒരു ജെല്ലി ഫിഷ് അഥവാ സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന ഒരുത്തനായി ആണെന്നും AJ ഗാർഡിനർ അഭിപ്രായപ്പെടുന്നു. ഒരുപാട് രസകരമായ കമൻറ്റുകളും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് AJ ഗാർഡിനർ തൻ്റെ എസ്സേ വളരെ മികച്ച രീതിയിൽ പൂർത്തീകരിക്കുന്നു. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.